ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാട്ട് പ്രോഡക്ട്സ് ദാറ്റ് ഐ എം യൂസിങ് ഓൺ മൈ ഫേസ് ഫോർ മേക്കപ്പ് ഓർ അതർ ഒക്കേഷൻസ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കുറച്ച് ആൾക്കാർ മാത്രം ഒരു വീഡിയോയിൽ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ ഏതാണെന്നുള്ളത്, കണ്ണിൽ ഇതെന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതല്ലാതെ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പ് പ്രോഡക്ട്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആൾ എന്നുള്ളതല്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരിക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഗൈസ്. ആൻഡ് അത് മാത്രമല്ല, ഞാനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, എവറി വീക്കെൻഡ് അതായത് സൺഡേസിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എവറി വീക്കെൻഡ് ദർ വിൽ ബി എ ലോങ് വീഡിയോ. അതല്ലാത്ത പക്ഷം നമ്മൾ എല്ലാ ആഴ്ചയും രാവിലെ വൈകുന്നേരം എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മുടെ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ എക്സാം ഡേറ്റ് ആവാനായി. ഈ സ്റ്റഡി ലീവിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ ദ പ്രോഡക്ട്സ് ദാറ്റ് ഐ എം യൂസിങ് ഓൺ മൈ ഫേസ്. ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് എക്സ്ട്രാ കയ്യിൽ മാത്രം ഒതുക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സീ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാക്ക, കോഴി അങ്ങനെയുള്ള സാധനങ്ങളുടെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇഗ്നോർ ഇറ്റ്. എന്നെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാം. മേക്കപ്പ് പ്രോഡക്ട്സ് കൊണ്ടുപോകുന്ന ഒരു എന്താ പറയുക വൗച്ചർ. ഞാനൊരു ഡാൻസ് കമ്പനിയിൽ വെഡ്ഡിങ് പ്രോഗ്രാംസ് ചെയ്യാൻ പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമുക്ക് എന്തായാലും മേക്കപ്പ് മസ്റ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മേക്കപ്പ് പ്രോഡക്ട്സും നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, വർക്കിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പൗച്ചാണ് ഇത്. അതല്ലാണ്ട് ഞാനിവിടെ ഡെയിലി യൂസ് ചെയ്യുന്നത് 4-5 പ്രോഡക്ട്സ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ സെപ്പറേറ്റ് മാറ്റി വയ്ക്കും മേക്കപ്പ് പ്രോഡക്ട്സ്. അപ്പം നിങ്ങൾക്ക് എല്ലാം കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ പ്രോഡക്ട്സും കൂടി ഇതിലിട്ടത്. എല്ലാവരും ഇതിൽ കൊള്ളൂല്ല. അപ്പം ആദ്യം തന്നെ നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീമിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം. പോൺസ് 20 രൂപയുള്ളൂ. വളരെ വളരെ നമുക്ക് എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ക്രീമാണിത്. ഇത് ഏറ്റവും ചെറിയ ഡപ്പയാണ് കേട്ടോ. ഇതിൻ്റെ വലുതുണ്ട്. ഞാൻ വലുത് യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നമുക്ക്, പിന്നെ എനിക്ക് മേക്കപ്പ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് സോ ഗുഡ്. അത് മാത്രമല്ല, ഈ ഒരു സാധനം നമുക്ക് മേക്കപ്പിന് വളരെ നല്ലതാണ്. മേക്കപ്പ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് നമുക്ക് നല്ലൊരു പ്രെപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ക്രീമാണ്. അതർവൈസ് എൻ്റെ ഫേസിൽ ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്ത മോയ്സ്ചറൈസർ ക്രീമും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ലപോലെ സ്യൂട്ടായിട്ടുള്ള എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മോയ്സ്ചറൈസർ ക്രീമാണിത്. ഇതിൽ വില കുറഞ്ഞത് കൊണ്ട് നമുക്ക് മേടിക്കാതിരിക്കാം, എക്സ്പെൻസീവ് അല്ല എന്നും പറഞ്ഞിട്ട് എന്താ പറയുക, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒരുപാട് ആൾക്കാർ നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ക്രീമാണ്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നാണ്. അതുപോലെ അത് മാറിയതിന് ശേഷം, ഞാൻ ക്യൂർ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ റാൻഡമായിട്ട് വാങ്ങിയതാണ്. എൻ്റെ മോയ്സ്ചറൈസർ ക്രീം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടി, ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഐ ഫെൽറ്റ് വെരി ഗുഡ്. സോ ഞാൻ അതിന് ശേഷം പിന്നെ ഇതന്നെയാണ് കണ്ടിന്യൂവേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരുപാട് ഇതിൻ്റെ ഡപ്പകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ വീഡിയോ എത്രത്തോളം ലോങ് ആയിരിക്കും എന്ന് എനിക്കറിയില്ല, ബിക്കോസ് നമുക്ക് കുറേ മേക്കപ്പ് പ്രോഡക്ട്സ് കാണിക്കാനുണ്ട്, അതുപോലെ അതിൻ്റെ റിവ്യൂസ് പറയാനുണ്ട്. മേ ബി ഞാൻ എത്ര ചെറുതാക്കാൻ പറ്റും അത്രയും ചെറുതാക്കും, മാക്സിമം ഞാൻ ചെറുതാക്കാൻ നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം. ഇതിൻ്റെ വേറെയും ഡെപ്പ് ഉണ്ട്. ഇങ്ങനെ വലുതായിട്ട് കുറേ ഉണ്ട്. ഇതിലിപ്പോൾ 2 ക്രീം ഉണ്ട് കേട്ടോ. ഓക്കെ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം. പിന്നെ പ്രൈമറൊക്കെ ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്നു. പ്രൈമറൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. പ്രൈമറൊക്കെ കഴിഞ്ഞു. പ്രൈമറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കാലം മറന്നു ഞാൻ. അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് കുറച്ച് റീസ്റ്റോക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വാങ്ങിക്കണം, പൈസ വേണ്ടേ നമുക്ക്. സോ അടുത്തത് എന്ത് കാണിക്കും ഞാൻ? ഫൗണ്ടേഷൻ സ്റ്റിക്കിൻ്റെ കോലം വളരെ പരിതാപകരമാണ്. കാരണം ഇത് ഞാൻ വർക്കിന് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞു. ഫിറ്റ്മിയുടെ ഷൈൻ ഫ്രീ പ്ലസ് ബാലൻസ് ഫോൺ ഡീറ്റെയിൽഡ് സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ്. ഇതിൻ്റെ
ഇതിന്റെ ഷെയ്ഡൊന്നും കാണാനില്ല കേട്ടോ. അത് ഏറ്റവും ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ വാങ്ങിയത്. നമുക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കണമെങ്കിൽ ഇത്തിരി ലൈറ്റ് ഷെയ്ഡാണ്. പക്ഷെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിഷ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഷുഗറിൻ്റെ മേക്കപ്പ് സ്റ്റിക്ക്. അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എന്താ പറയുക മേക്കപ്പ് സ്റ്റിക്കാണ്. ഭയങ്കരമായിട്ട് കവറേജ് തരുന്ന ഒരൊറ്റ ഇതിൽ തന്നെ നമുക്ക് ഒരൊറ്റ പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. ആ ഒറ്റ പ്രാവശ്യം ഇട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വാങ്ങണം എന്ന് വല്ല ആഗ്രഹമുണ്ട്. എക്സ്പെൻസീവ് ആണ്, ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. പക്ഷേ എന്തെങ്കിലും ഞാൻ വാങ്ങും. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ എന്നും വർക്ക് ഉണ്ടാവണമെന്നില്ല. അതായത് എല്ലാ സാറ്റർഡേ സൺഡേസും വർക്ക് ഉണ്ടാവണമെന്നില്ല. ഒരു ടൈം പീരീഡിൽ അല്ലെങ്കിൽ ആ ഒരു സീസണിൽ, കല്യാണ സീസണിലൊക്കെ നമുക്ക് എപ്പോഴും വർക്ക് ഉണ്ടാവും. ആ ഒരു ടൈമിലേക്ക് ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും, എപ്പോഴും യൂസ് ആക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. കാരണം അത് വാങ്ങിയിട്ട് വെറുതെ യൂസ് ആക്കാണ്ട് ഡേറ്റ് കളയണ വരെ ഇങ്ങനെ ആ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ എന്തിനാ വെറുതെ അത് നശിപ്പിച്ച് കളയണമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആവശ്യം വരുന്ന സമയത്ത് ഞാൻ വാങ്ങും. ഒരു 1,500 അതിൻ്റെ ഉള്ളിലാണ് തോന്നുന്നുണ്ട് അതിൻ്റെ റേറ്റ് കേട്ടോ. ഇപ്പം അതുപോലെ തന്നെ വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട്. ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡും ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കോണ്ടോർ ആയിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നു. പക്ഷെ ഇത് നല്ലതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ സ്കീം. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് കൺസീലർ. ഇത് ഭയങ്കര ഹൈ കവറേജ് ആണെന്ന്, നല്ല ഹൈ കവറേജ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ആവറേജ് ഓക്കെ പ്രോഡക്റ്റ് ആണ്. ബിക്കോസ് ഇത് ബ്ലൂ ഹെവൻ്റെ ഒരു കൺസീലർ ആണ്, ഫ്ലോലെസ് ലിക്വിഡ് കൺസീലർ. ഫുൾ കവറേജ് സൂപ്പർ ബ്ലെൻഡബിൾ ആണ്. സത്യമായിട്ടും ഇതിൽ എഴുതിയിട്ടുള്ളത് പോലെ തന്നെ ഫുൾ കവറേജ് അതുപോലെ തന്നെ സൂപ്പർ ബ്ലെൻഡബിൾ ആണ്. ഇത് തന്നെയാണ് ഞാൻ മിക്കതും എന്താ പറയുക റീൽസ് ഷൂട്ടിന്, അതുപോലെ എന്താ പറയുക മറ്റുള്ള ഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലെ പ്രോഗ്രാംസിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ ഇതാണ്. അതുകൊണ്ട് എനിക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അപ്പോൾ ഇത് നല്ല ഒരു കൺസീലർ ആണ്. യു ക്യാൻ ട്രൈ ഇറ്റ്. കൺസീലർ ഒന്നും യൂസ് ചെയ്യാത്തവർക്ക് എന്താ പറയുക ബിഗിനേഴ്സ് അങ്ങനെ ആരെങ്കിലും വാങ്ങണം എന്ന് യൂസ് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ യു ക്യാൻ ബൈ ദിസ്. ഓക്കെ, കാണിച്ചു. ഇത് നമ്മുടെ ഐഷാഡോ പാലറ്റ് ആണ്. ഇതൊക്കെ ഞാൻ നമ്മുടെ ഗുരുവായൂരുള്ള പ്രിയങ്ക, ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ഷോപ്പുണ്ട്, ഫാൻസി ഷോപ്പ്. അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള 2 ഐഷാഡോ പാലറ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് അറൗണ്ട് 200 ആണ് രണ്ടെണ്ണത്തിൻ്റെയും വരുന്നത്. ഇത് മാരി ജോക്കിൻ്റെ, ഇത് ഷിൻസിൻ്റെ. ഒറിജിനൽ ആണെന്നൊന്നും ഞാൻ പറയില്ല, ഒറിജിനൽ മാരി ജോക്കും ഇതൊന്നുമല്ല, ബട്ട് നല്ലൊരു ഐഷാഡോ പാലറ്റ് ആണ്. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതെന്താന്ന് വെച്ചാൽ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഷിമ്മറി ഷെയ്ഡ്സ് ആണ് ഇതിൽ വരുന്നത് ഫുള്ള്. കണ്ടില്ല, ഞാനിതിൽ ഓൾമോസ്റ്റ് യൂസ് ചെയ്ത് എല്ലാത്തിനും കൈ തൊട്ടിട്ടുണ്ട്. ആ പാട് കാണാനുണ്ട്. അതാ ഒരു എന്താ പറയുക നമ്മുടെ കൗതുകം കാരണം എല്ലാത്തിനും എടുത്ത് തൊടിയിട്ടുണ്ട്. പക്ഷെ അധികം യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിട്ടിട്ട് നമ്മൾ കണ്ണ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഐലൈനറിന്റെ മുകളിലേക്ക് ഈ സാധനം സ്മഡ്ജായി തുടങ്ങും. അതുകൊണ്ട് ഇത് ഭയങ്കര ഒട്ടിയ പോലത്തെ ഫീല് അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഐലൈനർ കാണാണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഇതിനുള്ളത്. പക്ഷെ നല്ല ഷിമ്മറി ഷെയ്ഡ്സ് ആണ്. ഇത് അടിപൊളിയാണ്. ഈ ഒരു എന്താ പറയുക നമ്മുടെ കളേഴ്സൊക്കെ നല്ലതായിട്ട് ഭയങ്കര കളറാണ്. നമുക്ക് വല്ല പരിപാടിക്ക് കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനത്തെ പണ്ടൊക്കെ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ ഇട്ടിരുന്ന ഒരു ഷെയ്ഡ് പോലത്തെ സാധനം. പിന്നെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗോൾഡൻ ഷിമ്മറി ഷെയ്ഡും അതുപോലെ ഈ ഒരു ഷെയ്ഡുമാണ്. എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. ഐ ലവ് ദിസ് ഷെയ്ഡ്സ്. അത് കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് അടിപൊളി ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഐഷാഡോ പാലറ്റുകൾ. ഇനി അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷിൻ്റെ പാലറ്റാണ്. ബ്ലഷ് വിത്ത് ഹൈലൈറ്റർ ആണ് വരുന്നത്. ഇത് പൊട്ടി, കാരണം അമ്മാതിരി ഉപയോഗമാണ്. ഇത് വർക്കിന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, കണ്ടോ, ഇത് ബ്ലഷ്, ഇതും ബ്ലഷ് പ്ലസ് ഹൈലൈറ്റർ, ഇത് ഹൈലൈറ്റർ, അങ്ങനെയാണ് വരുന്നത്. ഹൈലൈറ്റർ പൊട്ടിപ്പോയി, നിലത്ത് വീണിട്ട് അതിൻ്റെ ഈ ഒരു കഷ്ണം പോയി. പക്ഷെ നല്ലൊരു എന്താ പറയുക ബ്ലഷിൻ്റെ പാലറ്റാണ് കേട്ടോ. ഇത് വരുന്നത് ഏതാണ് ആവോ, ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും കാണാനില്ല. എന്തോ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് എന്താണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട്, അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന അറിയാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ,
ദെൻ നമ്മൾ ബ്ലഷ് എന്താ പറയുക ഇതാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷ് ഇതാണ്. ബ്ലഷിൻ്റെ അല്ലെങ്കിൽ ഹൈലൈറ്ററിൻ്റെ ബ്രഷ് ഇതല്ല. ബ്രഷസ് എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല അധികം. ഇത് മാത്രമാണ് മെയിനായിട്ട് എൻ്റെ കയ്യിലുള്ളത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ബ്ലഷും ഹൈലൈറ്ററും അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പം ഇത് നമ്മൾ എല്ലാം പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സും സ്കിൻ കെയർ പ്രോഡക്ട്സും ഒന്നും അങ്ങനെ അധികം ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ, പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സെറ്റിംഗ് പൗഡർ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാറില്ല. എനിക്ക് എന്തോ വലിയ താല്പര്യമില്ല സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നതിനോട്. പക്ഷെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടോ ഇത്രയായി. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിയ സമയത്താണ് തോന്നുന്നുണ്ട് സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ എനിക്കിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇത് ഡാസ്ലറിൻ്റെ ആണ്, പക്ഷെ ഇത് അത്ര സുഖമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാത്തത്. ആദ്യമൊക്കെ ഇത് വാങ്ങിയ കൗതുകത്തിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ ആയേക്കണേ. ഭയങ്കര കേക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് നമ്മുടെ സെറ്റിംഗ് പൗഡർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് മസ്കാരാസ് ഞാൻ 2 യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൻ്റെ മൂഡ് പോലെയാണ് ഞാൻ എടുത്തിടുക. ഇത് വന്നിട്ട് മാൾസിൻ്റെ ആണ്. ഇത് മാൾസിൻ്റെ. അതുപോലെ ഇത് വന്നിട്ട് കളർ സെൻസിൻ്റെയും ഇത് മാൾസിൻ്റെയും നല്ല അടിപൊളി എന്താ പറയുക നല്ല വോളിയം തരുന്ന 2 മസ്കാരാസ് ആണ്. ഇതാണ് കൂടുതൽ വോളിയം. മാൾസിൻ്റെ അടിപൊളിയാണ്. ഇത് യൂസ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ റിവ്യൂ പറയാൻ കേട്ടോ. എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. ആൻഡ് ഇതിൻ്റെ ഒരു 250 റുപ്പീസ്. ഞാൻ ഇതിൻ്റെ റേറ്റ് പറഞ്ഞു, മറ്റേതിൻ്റെ പറഞ്ഞില്ലേ ഞാൻ ഐ ഷാഡോൻ്റെ, ഇതിനൊരു 250 വരുന്നുണ്ട്. ആൻഡ് ഇത് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ കളർ സെൻസിൻ്റെയും അടിപൊളി മസ്കാരയാണ്. ഞാൻ ഡെയിലി കോളേജിൽ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സാധനമാണ്. അതല്ലാത്ത പക്ഷം നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സാധനം. ഓക്കെ, അതാണ് നമ്മുടെ മസ്കാരാസ്. ആൻഡ് ഐലൈനർ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്യുന്ന സാധനം എന്നോട് ഒരു കുട്ടി കമൻറ്റ് സെക്ഷനിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ അതാണ്. ഞാൻ ജെൽ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇങ്ങനെയാണ്, കൺമഷി പോലെയാണ് കേട്ടോ കാണിച്ചത്. കണ്ടേ, ഇത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഉണങ്ങി പിടിക്കും. ഇതിപ്പോൾ യൂസ് ചെയ്ത് ഇതിൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ്. ഷിൽസിൻ്റെ എന്താ പറയുക പ്രൊഫഷണൽ ലാസ്റ്റിംഗ് ജെൽ ഐലൈനറാണ്. സത്യമായിട്ടും ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. അതുപോലെ പരക്കില്ല, സ്മഡ്ജ് പ്രൂഫാണ് ജെൽ ഐലൈനറിൻ്റെ പ്രത്യേകത അതാണ്. വർക്കിന് പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ മോഹിനിയാട്ടമൊക്കെ ആണെങ്കിൽ ഇത് വെച്ചിട്ട് നല്ലപോലെ കണ്ണെഴുതാൻ പറ്റും. അതിൻ്റെ സ്റ്റിക്ക് ഇതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ണെഴുതുക. ഇത് നമ്മൾ ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്ക്. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവും. എനിക്കും ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐലൈനറാണിത്. ഐ എം എ ഫാൻ ഓഫ് ദിസ് പ്രോഡക്റ്റ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 100 സംതിങ് 200ൻ്റെ ഉള്ളിലുണ്ട്. അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റും ഉണ്ട്. അപ്പോൾ യു ക്യാൻ ട്രൈ ദിസ് പ്രോഡക്റ്റ്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മിക്കതും. ഞാൻ ഇതാണ് എഴുതുക. ഭയങ്കര കറുപ്പാണ്. പക്ഷേ ഐലൈനർ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലാക്മിയുടെ എന്താ പറയുക ഐലൈനറാണ്. പക്ഷേ ഇത് എഴുതുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയതിൻ്റെ മുകളിൽ കൂടെ എഴുതി കഴിഞ്ഞാൽ അത് പോരും, പിന്നെ എഴുതിയാൽ അത് പോരും. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഞാനൊരു കാലത്ത് മറ്റേ വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനർ യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. കണ്ണിൻ്റെ മുകളിൽ അങ്ങനെ തിളങ്ങി നിൽക്കണ്ടേ ചെയ്യും. വലിയ താല്പര്യമില്ല എനിക്ക്. പിന്നെ ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ചില സമയത്ത്. എൻ്റെ മൂഡ് പോലെയാണ് ഓരോ കാര്യങ്ങൾ നടക്കാറുള്ളത്. സ്റ്റുഡിയോന്ന് മേടിച്ചിട്ടുള്ള ഐലൈനറാണ്. വാങ്ങി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദിസ് ഈസ് എ ഗ്ലിറ്ററി ഐലൈനർ. കണ്ടോ ഗോൾഡ് ഷെയ്ഡ് കണ്ടില്ല, ഇത് ഗ്ലിറ്ററി ഐലൈനറാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജെൽ ഐലൈനർ വെച്ച് കണ്ണ് എഴുതിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ഭംഗിക്ക് ഈ സാധനം വരയ്ക്കാറുണ്ട്. പിന്നെ ഒരു മസ്കാരയും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ്. ഇത് മിക്കതും ഞാൻ വർക്കിനെ കൊണ്ടുപോകാറുണ്ട്. വർക്കിനെ പോകുമ്പോൾ നമ്മൾ വലിയ നല്ല സാധനം കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് തന്നെ ഇത് അധികം യൂസ് ചെയ്തിട്ടില്ല. കണ്ടില്ലത്തിലൊക്കെ കുറേ ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണേ കേട്ടോ. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം ഞാൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു വട്ടം നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീയിൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം. നിവ്യയുടെ ലിപ് ബാമാണ്. ഭയങ്കര നല്ല ലിപ് ബാമാണ്. ഞാൻ ഇത് ലാസ്റ്റ് ചെയ്യും. കുറേ എന്താ പറയുക, ഒരു രാവിലെയൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിലൂടെ പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് വരെ ഇത് സ്റ്റേ ചെയ്യും നമ്മുടെ ചുണ്ടിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു നിവ്യയുടെ ലിപ് ബാം. ഇതിനൊരു അറൗണ്ട് 200-250യുടെ ഉള്ളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ലിപ് ബാം തന്നെയാണ്.
സോ ഈ ഒരു സാധനം ഉണ്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ചുണ്ടിൽ. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് പൊടിപ്പൂരം. സോറി, പൊടിപ്പൂരം എന്നാണ് ലിപ്സ്റ്റിക്കിന്റെ പൊടിപ്പൂരാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലെൻഡർ ആണ്, സ്റ്റുഡിയോയിൽ വാങ്ങിയിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇതിന്റെ പാക്കല്ല. ഈ പാക്കിൽ ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ വർക്ക് കഴിയുമ്പോഴും ഞാൻ കഴുകിയിട്ട് ഇതിലിട്ട് വെക്കും. കഴുകാനാണ് ഇപ്പോൾ ഈ കോലട്ട. ഇതാണ് നമ്മുടെ ബ്ലെൻഡർ. ഈ ബ്ലെൻഡർ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ മേക്കപ്പ് ബ്ലെൻഡ് ചെയ്യാറുള്ളത്. നല്ലതാണ്, നമ്മൾ നനച്ചു കൊടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. ആൻഡ് ദിസ് ഈസ് ദ സെറ്റിംഗ് സ്പ്രേ. സെറ്റിംഗ് സ്പ്രേയുടെ മൂടിയൊന്നും കാണാനില്ല. ഡാസ്ലറിൻ്റെ ഫിക്സ് ദ ലുക്ക് മേക്കപ്പ് ഫിക്സർ ആണ്. മാറ്റ് ആണ്, ഹൈഡ്രേറ്റിംഗ് ആണ്, ലോങ് സ്റ്റേ, നോൺ സ്റ്റിക്ക്. സത്യമായിട്ടും ഈ ഒരു എന്താ പറയുക സ്പ്രേ, അതായത് നമ്മുടെ മേക്കപ്പ് ഫിക്സർ, വെരി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് ഞാൻ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഫീൽ സോ ഗുഡ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ മേക്കപ്പ് ഫിക്സർ. കണ്ടോ ഗൈസ്? ഓക്കെ, ഇതാണ് നമ്മൾ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യുന്നത്. ഒരു സാധനം കൂടി ഉണ്ട്. ഇതാണ് കോണ്ടോറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഹൈലൈറ്ററിൻ്റെ സ്റ്റിക്കാണ്. കണ്ടില്ല, ഇങ്ങോട്ട് തിരിച്ചാൽ ഹൈലൈറ്റർ വരും, ആൻഡ് ഇവിടെ തിരിച്ചാൽ കോണ്ടോർ ചെയ്യാനുള്ള സ്റ്റിക്ക് വരും. സോ ഇത് ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് എസെൻഷ്യൽ ഡ്യുവോ 2-in-1 സ്റ്റിക്കാണ്. ഇത് വാങ്ങിച്ചിട്ട് കുറച്ചായി. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു എല്ലാം 200, 250, 300 ഇതിൻ്റെ ഉള്ളിലാണ് മിക്കതിൻ്റെ റേറ്റ് വരുന്നത്. ആൻഡ് ഇനി ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ, കണ്ണിലത്തെയൊക്കെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ വാങ്ങിയതല്ല, ഇത് എൻ്റെ സ്വന്തം ആയിച്ചി, എൻ്റെ ക്ലാസ്മേറ്റ് എനിക്ക് തന്നതാണ്. ആൾക്ക് ഇതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ആൾ ഗിഫ്റ്റ് ചെയ്തതാണെന്ന് പറയാം. ഡാസ്ലർ അറ്റാന ഓൾ ക്ലിയർ മേക്കപ്പ് റിമൂവർ ആണിത്. അധികം യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, 1-2 പ്രാവശ്യം ഞാൻ ഇത് വെച്ച് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കണ്ണിലത്തെ. പക്ഷേ നല്ലതാണ് കേട്ടോ, ഡാസ്ലറിൻ്റെ ആണ്. പിന്നെ ഞാൻ ഹെയർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം ആ ഒരു വീഡിയോ. മുടി നമ്മളുണ്ടല്ലോ പോണി ടൈൽ കെട്ടില്ലേ, ഈ പോണിറ്റെയിൽ കിട്ടുന്ന സമയത്ത് ഈ കുട്ടി ഹെയർസ്, അതുപോലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഈ ഡാൻസ് കളിക്കാൻ നിൽക്കുന്ന മുടികളൊക്കെ നമുക്കിത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് കാണുമ്പോൾ മസ്കാര ലുക്കാണ്, പക്ഷെ ഇത് നമ്മൾ ഹെയർ ഇങ്ങനെ ആക്കി കൊടുത്താൽ അതവിടെ ഒട്ടിയിരുന്നോളും. ലൈക്ക് ഒരു വെള്ളം പോലത്തെ ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ. എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്കറിയില്ല, പക്ഷേ നല്ല മണം സുഖമില്ല കേട്ടോ. നല്ലതാണ്, സാധനം നല്ലതാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഹെയർ ഇങ്ങനെ പോണിറ്റെയിലൊക്കെ കിട്ടുമ്പോൾ ഒരു ഓഫീസ് ലുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചാൽ, ഇപ്പോൾ നമ്മളിങ്ങനെ മുടി കിട്ടുകയാണെങ്കിൽ ഈ കുട്ടി സാധനമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നു ഇരുന്നോളും. ഇപ്പം രസമല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് സാധനം. ആൻഡ് ദ ലിപ്സ്റ്റിക് കോംബോസ്, ഞാനൊരു ലിപ് കോംബോൻ്റെ വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ആകെ 3 പ്രോഡക്റ്റാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ ഐ ഹാവ് ലോട്ട് ഓഫ് പ്രോഡക്ട്സ് ഫോർ മൈ ലിപ്. പിന്നെ ഇത് ബ്ലഷാണ് കേട്ടോ. ഈ ബ്ലഷ് ക്രീമി ബ്ലഷാണ്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം. ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി അല്ല, അതായത് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ സാധാരണ പോലെ സ്പെഷ്യൽ ഒക്കേഷൻസ് അല്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ, പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻ കാണിച്ചിട്ടുള്ളത്. ഐ ഹാവ് ലോട്ട് ഓഫ് പ്രോഡക്ട്സ് ഫോർ മൈ ലിപ്. ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ലിപ് മേക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്. ഇതാണ്, ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മേക്കപ്പൊക്കെ, ഫേസിലെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ലിപ്സ്റ്റിക്ക് ഇടുക. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ലൈനർ ഉണ്ടായിരുന്നു. ഈ സാധനം ഞാൻ കുറേ കാലം കൊണ്ടു നടന്നു. എനിക്ക് റാൻഡമായിട്ട് നമ്മുടെ ഗുരുവായൂർ പ്രിയങ്ക ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. മാരി ജോക്കിൻ്റെ റൂബി റെഡ് എന്ന് പറയുന്ന ഷെയ്ഡിൽ വരുന്ന വേറൊരു ലിപ് ലൈനർ. ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് അത് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട്. പക്ഷേ അതിനുശേഷം 1-2 പ്രാവശ്യം, ഒരു പ്രാവശ്യം എനിക്ക് പിന്നെ അത് കിട്ടി. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയപ്പോൾ അത് വാങ്ങി, അത് വീണ്ടും കിട്ടി. പക്ഷെ ആ ഒരു ഷെയ്ഡ് മാത്രം അധികം ഉണ്ടാവില്ല, 1-2 ഉണ്ടാവും. അത് ഞാൻ 1 എടുക്കും, അങ്ങനെ അത് കഴിഞ്ഞു. ഇപ്പം ഞാൻ ഏത് കടയിൽ പോയാലും ആ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് ഈ കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും ആ ലിപ് ലൈനർ, പക്ഷെ ഈ ഒരു ഷെയ്ഡ് മാത്രം അത്ര തപ്പിയാലും കിട്ടില്ല. എന്നിട്ട് ഞാൻ ഒരു വട്ടം ലാസ്റ്റ് അതുപോലത്തെ സിമിലർ ഷെയ്ഡ് വരുന്ന വേറൊരു പേരുള്ള ഒരു ഷെയ്ഡ് ഞാൻ വാങ്ങിയിട്ട്
അത് കളഞ്ഞുപോയി. ഒറ്റ പ്രാവശ്യം ഞാൻ വരച്ചത്. എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് ഞാൻ വരച്ചിട്ട് അത് കാറിലേക്ക് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ കെട്ടിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ആ സാധനം കളഞ്ഞുപോയി. പിന്നെ എനിക്കത് കിട്ടിയിട്ടില്ല. പുതിയൊരു ലിപ് ലൈനർ ആയിരുന്നു, അത് പോയി. അപ്പം ഞാൻ അതിന് ശേഷം വാങ്ങിയത് ഈ ഒരു മാരി ജോക്കിൻ്റെ തന്നെ വേറൊരു സാധനം. പക്ഷെ എനിക്കിത് വലിയ താല്പര്യമായില്ല. എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഡാർക്ക് കഴിഞ്ഞു കേട്ടോ, സാധനം കഴിഞ്ഞു ഗൈസ്. ഇത് എന്താ പറയുക, വലിയ ഡാർക്കായിട്ട് തോന്നുമെങ്കിലും ചുണ്ടിൽ വരയ്ക്കുമ്പോൾ സാധനം കുറവാണ്. ഇതിന് പിഗ്മെന്റേഷൻ വളരെ കുറവാണ്. സോ ഞാനിപ്പോൾ അടുത്ത് പോയപ്പോൾ ഹുദ ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനർ മേടിച്ചു. സാധനം ചക്ക പോലെ ഉണ്ട് കാണാൻ, മത്തങ്ങ പോലെ ഉണ്ട്. പക്ഷെ ഇതേ സിമിലർ ഷെയ്ഡ് തന്നെയായിരുന്നു റൂബി റെഡ് എന്ന് പറഞ്ഞിട്ട് മറ്റേ മാരി ജോക്കിൻ്റെ പ്രോഡക്റ്റ്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, ചെത്തുന്നത് അനുസരിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക ഷാർപ്പാകുമ്പോൾ നമുക്ക് വരയ്ക്കാം. ഇപ്പം ഞാൻ ചുണ്ടിൽ വരച്ചിട്ടുള്ളത് ഈ ഒരു ലിപ് ലൈനറാണ്. ആൻഡ് ഇന്നർ ലിപ്പിൽ ഞാൻ ചെറിയൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടേക്കണം. ഇതാണ് ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന ലിപ് ലൈനർ, ഇതാണ്. ആൻഡ് ഇത് നമ്മുടെ ഒരു എന്താ പറയുക ന്യൂഡ് ഷെയ്ഡ് എന്ന് പറയാം. വളരെ 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 അഫോർഡബിൾ ആയിട്ടുള്ള 70 rupees ഓൺലി ലിപ്സ്റ്റിക്കാണ് ഇത് ഗൈസ്. ഇതെന്താ കിസ് ബ്യൂട്ടി, എല്ലാത്തിൻ്റെയും ചാത്തൻ ഉണ്ടാവില്ലേ, നമ്മൾ സ്വിസ് ബ്യൂട്ടി എന്ന് പറയുന്ന പോലെ കിസ് ബ്യൂട്ടി ആണിത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നർ ലിപ്പിൽ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് എല്ലാം എങ്ങനെയാണോ വേണ്ടതെന്ന് നാശമായി പോകുന്നത്. ഞാനായിട്ട് നാശാക്കുന്നില്ല. ഒരു വർക്കിന് പോയ സമയത്ത് ഇത് ഫുള്ളായിരുന്നു. കറക്റ്റ് ലിപ്സ്റ്റിക്ക് ഞാൻ അധികം യൂസ് ചെയ്യാത്തൊരു സാധനമാണിത്. കുറച്ച് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഇത് മാത്രം പൊട്ടിപ്പോയി കണ്ടില്ലേ. ഇപ്പം ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അവസാനം വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ഇത് വാങ്ങണം. അപ്പം ഇത് നല്ല സ്മെല്ലും ആണ് കേട്ടോ, ഇതിന് നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ന്യൂഡ് ലിപ് ക്രയോൺ എന്ന് പറയുന്നത്. ഡാസ്ലറാണ് നമ്മുടെ മെയിൻ ലിപ്സ്റ്റിക്ക്. സത്യം പറഞ്ഞാൽ ഡാസ്ലർ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. കാരണം ഡാസ്ലർ ഭയങ്കരമായിട്ട് നമുക്ക് ലിപ് പിഗ്മെന്റേഷൻ ഉണ്ടാക്കും. നല്ല ഡാർക്കാവും നമ്മുടെ ചുണ്ട്. എൻ്റെ ചുണ്ടിന് ഇന്നറിൽ മാത്രം വലിയ കുഴപ്പമില്ല, ഔട്ടർ ഒക്കെ ഇപ്പോൾ നല്ല ഡാർക്കായി തുടങ്ങി. ആൻഡ് അത് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് പ്രോഡക്റ്റ്. ഡാസ്ലർ ഭയങ്കര പിഗ്മെന്റേഷൻ തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഇതിൻ്റെ ഷെയ്ഡ് അടിപൊളി ആയതുകൊണ്ട് തന്നെ എനിക്കിതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വൈ. നല്ല അടിപൊളി ഷെയ്ഡൊക്കെയുള്ള വേറെ നല്ല ബ്രാൻഡുകളുണ്ട്. പക്ഷേ എനിക്ക് ഇതിനെ ഒഴിവാക്കാനായിട്ട് ഐ എം സോ സോറി ഗൈസ്. അതുപോലെ ഇതാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. നമ്മുടെ ലിപ് കോമ്പോൻ്റെ ഇൻസ്റ്റയിലിട്ട വീഡിയോയിൽ കാണിച്ചിരുന്നു ഞാൻ. ഇത് പുതിയതാണ്, സോറി, ഇത് പഴയത്. ഇതിങ്ങനെ തോണ്ടി 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 ഇതിൻ്റെ നിഴല് വരെ അസ്ഥിക്കൂടെ വരെ കാണുന്നു എന്ന് പറഞ്ഞ പോലെയുണ്ട് ഇതിൻ്റെ ഒരവസ്ഥ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തിരുന്ന ഷെയ്ഡ്. ആൻഡ് ഇത് 42 ആണ് ഈ ഷെയ്ഡ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇത് കിട്ടേണ്ടി വന്നു. ഇതെൻ്റെ ചേട്ടൻ എൻ്റെ ബർത്ത്ഡേക്ക് ചേട്ടൻ്റെ നാത്തൂനും കൂടി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ലിപ്സ്റ്റിക്. അവരെൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് എന്നോട് സങ്കടം തോന്നിട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് 42 ആണ്. സോ ദിസ് ഈസ് ഓൾസോ 42. ആൻഡ് ഇതാണ് ഞാൻ മെയിനായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ്. ആൻഡ് അതിൻ്റെ തന്നെ കുട്ടി സാധനം ഉണ്ട്. അതായത് 2 ഷെയ്ഡ്സ് വാങ്ങിയിട്ടുണ്ട്. കൗതുകം കാരണം ഇത് തന്നെയാണോ, ഞാൻ ഷെയ്ഡ് അറിയാത്ത കാരണം ചെറുത് വാങ്ങിയിട്ട് വലിയക്ക് കിടന്നാൽ പോലെ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു 2 ഷെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വളരെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു 25 നമ്മുടെ 25 ഷെയ്ഡാണിത്. വൈറലായ ഷെയ്ഡ്. അത് ഇടയ്ക്കിട്ട് കൊടുക്കുന്നത് കാരണം അത് യൂസ് ചെയ്യാറില്ല. ആൻഡ് ഇതാണ് നമ്മുടെ 42ൻ്റെ ചെറുത് കുട്ടി സാധനം. 42 അല്ല തോന്നുന്നുണ്ട്, 42വിനേക്കാളും ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരു വയലറ്റ് കളർ മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡ്. അത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ ഈ ഒരു സാധനം ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഒരു സാധനം മാത്രം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇത് മൈഗ്ലാമിൻ്റെ ആണ്. വാങ്ങുമ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ വാങ്ങിയിട്ട് നമുക്ക് ഉണ്ടാവില്ലേ. ആൻഡ് ഇത് വാങ്ങിയ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിഗ്രഷൻ വന്നു. എൻ്റെ ഒരു 250 rupees അടുത്ത് പോയിട്ടുണ്ട് ഈ ഒരു സാധനത്തിന്. ഇത് ഭയങ്കര എന്താ പറയുക, ഇത്തരം എന്തിട്ട് പറയുക, ഈ ചെങ്കല്ലിൻ്റെ നിറയില്ലേ. ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കണ ഈ സാധനമില്ലേ, ഇതിനേക്കാൾ മോശമായ കളർ. ഇത് മോശമായ കളറെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്. ചിലർക്ക് സ്യൂട്ടാവും, എനിക്കിത് സ്യൂട്ടാവുന്നില്ല ബിക്കോസ് എനിക്കിഷ്ടമല്ല. അത് തന്നെയാണ് കാര്യം. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇത് ഞാൻ വർക്കിന് പോകും. നല്ല മണമാണ്, കുറച്ച് വലിച്ചാൽ നല്ല മണമാണ്, നല്ലോണം വലിച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ട മണമാണ്.
മരുന്നിൻ്റെ മണം ഫീൽ ചെയ്യും. ഇത് മിസ് ലിറൻ. ഇതൊക്കെ സാധാ ചാത്തൻ സാധനങ്ങളാണ്, വലിയ വിലയൊന്നും ഇല്ലാത്ത, നമുക്ക് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക്കാണ്. റെഡ് മെറൂണിഷ്, റെഡിഷ് മെറൂൺ എന്നൊക്കെ പറയാം. കണ്ടില്ല, നല്ല റെഡാണ്. ഞാൻ വർക്കിന് പോകുമ്പോൾ ഇടുന്ന കാരണം അതിൽ കൺസീലർ മാത്രം അങ്ങനെ പറ്റി നിൽക്കുന്നുണ്ട്. കണ്ടില്ല. ഇത് നല്ലൊരു ലിപ്സ്റ്റിക്ക് തന്നെയാണ്, കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. വർക്കിന് പോകുമ്പോൾ ഞാൻ കിട്ടും. പിന്നെ നമ്മൾ മറ്റേ ഐഷാഡോ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷെ ഇതിപ്പോൾ എന്തിനാ വാങ്ങിയത് എനിക്കറിയില്ല. കണ്ടില്ലേ, ഇതിങ്ങനെ ആകാം, ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ടാൽ അങ്ങനെ ഒടിയും, ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഒടിയും. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ലിപ് ഗ്ലോസ് ലിപ്സ്റ്റിക്കിൻ്റെ ഇത് ലിപ്സ്റ്റിക്കിൻ്റെ മേലെ ഇട്ടിട്ട് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ട് ഷെയ്ഡ് ഇതിലായിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല ലിപ് ഗ്ലോസ് ആണ്. ഏതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഹുദ മാറ്റ്മി അലോവേര 99% ലിപ് ഗ്ലോസ് ഇടയ്ക്കിടും, പക്ഷെ അങ്ങനെ സൂപ്പർ സ്റ്റേ ഒന്നല്ല. ഇത് വേഗം പോകും, സാധനം വേഗം പോകും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ്. ഞാൻ ഡെയിലി ബേസിസിലാണെങ്കിലും വർക്കിന് പോകുമ്പോഴാണെങ്കിലും ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി ഇതൊക്കെ ഒതുക്കി വെക്കണം, അതാണ് മെയിൻ ടാസ്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത്. കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, കുറച്ച് ആൾക്കാർ പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ ഏതൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് കഴിഞ്ഞ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ പഴയതൊക്കെ കളഞ്ഞു വരും, അപ്പോൾ എനിക്ക് വിഷമാവും, ഞാൻ അതൊന്നും കാണിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ വീണ്ടും വരുന്നതായിരിക്കും. സോ വീഡിയോ വരുന്നത് വരയ്ക്കും, ബൈ.